അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 5ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ 15ാമത്തെ പാഠം ദൗലത്തുർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 53-ാം വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയി. അതോടെ ഇസ്ലാമിക ചരിത്രത്തിലെ പുതിയ അധ്യായം ആരംഭിച്ചു. മദീനയിൽ ധാരാളം ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. അൽ മസ്ജിദുൻ നബവി കേന്ദ്രമായി പ്രബോധനവും തർബീയത്തും നിർവഹിച്ചു. അവിടെയുണ്ടായിരുന്ന മുസ്ലിങ്ങളും അല്ലാത്തവരുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വം അംഗീകരിച്ചു. എല്ലാ വിഭാഗം ആളുകളുടെയും സ്വൈര്യ ജീവിതവും ക്ഷേമവും മുൻനിർത്തി മദീന കരാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നിയമസംഹിത ഉണ്ടാക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തു. അതോടെ മദീനയിൽ ഇസ്ലാമിക രാജ്യം പിറന്നു. മദീന ആസ്ഥാനമായി നിലവിൽ വന്ന ആ രാജ്യം ഒരു മാതൃകാ ഭരണകൂടമായി പരിലസിച്ചു. ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അതിവിശിഷ്ടമായ ഒരു നാഗരികതയുടെ തുടക്കമായിരുന്നു അത്. ഗോത്രങ്ങൾ, ജാതികൾ, നിറങ്ങൾ എന്നിങ്ങനെ പലതിൻ്റെയും പേരിൽ കലഹിച്ചിരുന്ന ഒരു സമൂഹത്തെ ഏകോദര സഹോദരന്മാരാക്കി ശാന്തിയും സമാധാനവും സ്ഥാപിച്ചു. ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള സാമൂഹിക അകലം ഇല്ലാതാക്കി. സമ്പന്നർ ദരിദ്രരെ സഹായിച്ചു. അവഗണിക്കപ്പെട്ടവർക്കും പരിഗണന ലഭിച്ചു. അടിമ വിമോചനം നടപ്പിൽ വരുത്തി. സ്ത്രീകൾക്ക് അവകാശങ്ങൾ നൽകുകയും അവരുടെ പദവി ഉയർത്തുകയും ചെയ്തു. അങ്ങനെ 23 വർഷം കൊണ്ട് ഒരു മാതൃകാ രാജ്യവും സമൂഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്തെടുത്തു. അതിൻ്റെ അലയൊലികൾ ലോകം മുഴുവൻ ചലനങ്ങളുണ്ടാക്കി. മാനവരാശി അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിൻ്റെ സുന്ദര ലോകത്തേക്ക് കാലെടുത്തു വെച്ചു. ഹിജ്റയുടെ 11-ാം വർഷം 63-ാം വയസ്സിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വഫാത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം തങ്ങളുടെ മാതൃക പിൻപറ്റി മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകി ഭരണം നടത്തിയ സ്വഹാബിമാർക്ക് അൽ ഖുലഫാ ഉർ റാഷിദൂൻ എന്ന് പറയുന്നു. അവർ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു എന്നിവരാണ്. ഈ 4 പേരും ഖുറൈശികളാണ്. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബികളിൽ പ്രമുഖരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ലോകം കണ്ട ഏറ്റവും ഉത്തമമായ ഭരണം ഈ 4 ഖലീഫമാരുടേതാണ്. അത് 30 കൊല്ലത്തോളം നീണ്ടുനിന്നു. തഖ്വ, നീതി, ലളിത ജീവിതം, വിനയം, ജനസേവനം മുതലായ സൽഗുണങ്ങളിൽ അവർ 4 പേരും ലോകത്തിന് മാതൃകയാണ്. ദീനി കാര്യങ്ങളിൽ അവർ സൂക്ഷ്മത പുലർത്തി. വിശ്വാസത്തിലോ ആചാരത്തിലോ അളവ് വിട്ടുവീഴ്ച ചെയ്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീന മിൻ ബഅദി. നിങ്ങൾ എൻ്റെ ചര്യയും എൻ്റെ ശേഷം വരുന്ന പ്രത്യേക മാർഗദർശനം ലഭിച്ച അൽ ഖുലഫാഉർ റാഷിദൂനയുടെ ചര്യയും മുറുകെ പിടിക്കുക. അൽ മദീനത്തുൽ മുനവ്വറത്തു ആസിമത്തുൽ ഇസ്ലാം. പരിശുദ്ധ മദീന ഇസ്ലാമിൻ്റെ തലസ്ഥാനം. ഇനി അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. അദ്ദർസുൽ ഖാമിസ് അശറ, 15ാമത്തെ പാഠം ദൗലത്തുർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭരണം. നുജീബ്, ഉത്തരം എഴുതുക. ആരാണ് അൽ ഖുലഫാ ഉർ റാഷിദൂൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം തങ്ങളുടെ മാതൃക പിൻപറ്റി മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകി ഭരണം നടത്തിയ സ്വഹാബിമാർക്ക് അൽ ഖുലഫാ ഉർ റാഷിദൂൻ എന്ന് പറയുന്നു. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന കേന്ദ്രമാക്കി സ്ഥാപിച്ച ഭരണകൂടത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? ഗോത്രങ്ങൾ, ജാതികൾ, നിറങ്ങൾ എന്നിങ്ങനെ പലതിൻ്റെയും പേരിൽ കലഹിച്ചിരുന്ന ഒരു സമൂഹത്തെ ഏകോദര സഹോദരന്മാരാക്കി ശാന്തിയും സമാധാനവും സ്ഥാപിച്ചു. ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള സാമൂഹിക അകലം ഇല്ലാതാക്കി. സമ്പന്നർ ദരിദ്രരെ സഹായിച്ചു. അവഗണിക്കപ്പെട്ടവർക്കും പരിഗണന ലഭിച്ചു. അടിമ വിമോചനം നടപ്പിൽ വരുത്തി. സ്ത്രീകൾക്ക് അവകാശങ്ങൾ നൽകുകയും അവരുടെ പദവി ഉയർത്തുകയും ചെയ്തു. ഇനി 3-ാമത്തെ ചോദ്യം, മാഹിയ ആസിമത്തുൽ ഇസ്ലാം. ഇസ്ലാമിൻ്റെ തലസ്ഥാനം ഏത്? പരിശുദ്ധ മദീന. 4. സച്ചരിതരായ ഖലീഫമാരുടെ പ്രത്യേകതകൾ എന്തെല്ലാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം തങ്ങളുടെ മാതൃക പിൻപറ്റി ഭരണം നടത്തിയവരാണ്
തഖ്വ, നീതി, ലളിത ജീവിതം, വിനയം, ജനസേവനം മുതലായ സൽഗുണങ്ങളിൽ അവർ 4 പേരും ലോകത്തിന് മാതൃകയാണ്. ദീനീ കാര്യങ്ങളിൽ അവർ സൂക്ഷ്മത പുലർത്തി. വിശ്വാസത്തിലോ ആചാരത്തിലോ അളവ് വിട്ടുവീഴ്ച ചെയ്തില്ല. ഇനി 5 അൽ ഖുലഫാ റാഷിദൂനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തുൽ ഖുലഫാ റാഷിദീൻ അൽ മഹ്ദിയീൻ മിൻ ബഅദി. നിങ്ങൾ എൻ്റെ ചര്യയും എൻ്റെ ശേഷം വരുന്ന പ്രത്യേക മാർഗദർശനം ലഭിച്ച അൽ ഖുലഫാ റാഷിദൂനയുടെ ചര്യയും മുറുകെ പിടിക്കുക. ഇനി ചേരുംപടി ചേർക്കുക. നെസ്വിലു 1 മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം ലഭിച്ചു. ബി ആണ് ഉത്തരം. ഹിജറ 13-ാം വർഷം, ഹിജറയുടെ 13 വർഷം മുമ്പ്. 2 മദീനയിലേക്ക് ഹിജറ പോയി. ഈ ആണ് ഉത്തരം. വഫാത്തിനു 10 വർഷം മുമ്പ്. 3 ഫത്ഹു മക്ക ഉണ്ടായി. ഡി ആണ് ഉത്തരം. ഹിജറയുടെ 8-ാം വർഷം. 4 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. എ ആണ്. ഹിജറയുടെ 11-ാം വർഷം. 5 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു. സി ആണ് ഉത്തരം. ഹിജറയുടെ 53 വർഷം മുമ്പ്. ഇനി 3-ാമത്തെ വർക്കാണ് നുഅയ്ദു ഫിഖ്റ, ഒരു ഖണ്ഡിക എഴുതുക. അൽ ഖുലഫാ റാഷിദൂനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം തങ്ങളുടെ മാതൃക പിൻപറ്റി മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകി ഭരണം നടത്തിയ സഹാബിമാർക്ക് അൽ ഖുലഫാ റാഷിദൂൻ എന്ന് പറയുന്നു. അവർ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു എന്നിവരാണ്. ഈ 4 പേരും ഖുറൈശികളാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബികളിൽ പ്രമുഖരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ലോകം കണ്ട ഏറ്റവും ഉത്തമമായ ഭരണം ഈ 4 ഖലീഫമാരുടേതാണ്. അത് 30 കൊല്ലത്തോളം നീണ്ടുനിന്നു. ഇനി അവിടെ കാണാം തഖ്സീസ്. 4-ാമത്തെ വർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ പട്ടികയാക്കി എഴുതുക. പ്രിയപ്പെട്ട കൂട്ടുകാർ അത് കണ്ടെത്തി എഴുതണമെന്നറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.